ഹലോ കൂട്ടുകാരെ, നമ്മളെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി ചിക്കൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി. കുക്കറിലാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇത് കുക്കർ ഗ്യാസിൽ വെച്ച് കൊടുത്ത് അത് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഒരു സ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകം ഇട്ടാൽ തന്നെ നമ്മൾ കറിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇത് നമ്മൾ 2 സവാളയും കൂടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഇത് ഏകദേശം വാടി വരുന്ന സമയത്ത് നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു വലിയ തക്കാളിയും ഒരു പച്ചമുളകും അതും കൂടി ഒന്ന് നല്ലോണം വാട്ടിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് വാട്ടിയെടുത്താലും മതി കേട്ടോ. കുറേ മസാലകളൊന്നും ആഡ് ചെയ്യാത്ത നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി പുരട്ടി വെച്ച ചിക്കനാണിത്. ഒരു 10 മിനിറ്റ് അങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട് അതിനെ. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 1.5 സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യൽ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് 2-3 സ്പൂണും മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കുറച്ചധികം മല്ലിയിലും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഉപ്പെല്ലാം ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. കാരണം ഉപ്പ് ആദ്യം ഉള്ളി വാടി വരുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിന്, ചിക്കനെല്ലാം പുരട്ടി കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കുക്കറിൻ്റെ മൂടി അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ മതി കേട്ടോ. 3 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ വെന്ത ഉടഞ്ഞു പോവുക. എന്നിട്ട് അതിന് ശേഷം ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മതി. കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചിക്കൻ കറി റെഡിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. സാധാരണ നമ്മൾ പാത്രത്തിൽ വെക്കുന്നതിനേക്കാൾ നല്ലോണം മസാലയെല്ലാം പിടിക്കുന്നത് ഇങ്ങനെ കുക്കറിൽ വെക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.